മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വർഷമാണ് 2024. വിവാദങ്ങളും വെളിപ്പെടുത്തലുകളുമൊക്കെ നമ്മളെ നിറം മങ്ങിച്ചുവെങ്കിൽ കൂടി കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും മലയാള സിനിമ പോയ വർഷത്തേക്ക് അപേക്ഷിച്ച് 2024 ഒരുപാട് നേട്ടമുണ്ടാക്കിയുണ്ടായി. ക്വാളിറ്റിയിലും വെറൈറ്റിയിലുമൊക്കെ ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്പർ 1 പൊസിഷനിലായിരിക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും മലയാളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളൊരു വർഷം തന്നെയാണ് 2024. സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും എന്തിന് ഇൻഡസ്ട്രി ഹിറ്റ് വരെ പിറന്നിട്ടുള്ളൊരു വർഷമാണ് 2024. ശരാശരിയിലും അതിനു മുകളിലും നിൽക്കുന്ന സിനിമകളടക്കം വലിയ കളക്ഷൻ നേടുകയുണ്ടായി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ടോപ്പ് 10 മൂവീസിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ടോപ്പ് 10 മൂവീസ് ഒരുപക്ഷെ ഇതായിരിക്കില്ല. ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സസ് മാത്രം വെച്ചിട്ടുള്ളൊരു ലിസ്റ്റാണ്. എൻ്റെ ലിസ്റ്റ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ടോപ്പ് 10 മൂവീസ് ഓഫ് മലയാളം 2024 ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും. 10ാം സ്ഥാനത്തുള്ളത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയാണ്. ടെക്നിക്കലി ഒരു വെൽമെയ്ഡ് ഫിലിമാണ്. അതുപോലെ തന്നെ ഏറെക്കാലത്തിന് ശേഷം മലയാളത്തിൽ ഫാൻറ്റസി ജോണറിൽ വന്നിട്ടുള്ളൊരു മികച്ച ശ്രമമാണ്. ടോവിനോയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. 9th പൊസിഷൻ സൈജു ഗ്രൂപ്പിൻ്റെ ഭരതനാട്യം. ഫീൽ ഗുഡ് ജോണറിൽ വന്നിട്ടുള്ളൊരു കിടിലൻ സിനിമയായിരുന്നു. ഇത്രയധികം സിനിമകൾ വിജയിച്ചിട്ടുള്ളൊരു വർഷമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടോ തിയേറ്ററിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ അടുത്തായിട്ട് ഇറങ്ങുന്ന പരിപ്പുവട ഫീൽ ഗുഡ് സിനിമകളിൽ പെടുന്നൊരു പടമാണെന്നായിരിക്കും ഒരുപക്ഷെ ആൾക്കാർ കരുതിയിട്ടുണ്ടാവുക. OTT ഇറങ്ങിയപ്പോൾ സിനിമയ്ക്ക് അർഹിക്കുന്ന റെക്കഗ്നീഷനൊക്കെ കിട്ടുകയുണ്ടായി. 8ാമത് ഗിരീഷ് ഷേഡിയുടെ റോംകോം സിനിമ പ്രേമലു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. തീരരുതേ എന്നൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുള്ളൊരു പടം. 7ാം സ്ഥാനത്ത് പ്രസന്ന വിധാനക സംവിധാനം ചെയ്തിട്ടുള്ള പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ കുറവുള്ളൊരു സിനിമയാണ്. ആർട്ട് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് കിഷ്കിന്ധാകാന്ഡം. ഈ വർഷം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളൊരു സിനിമയാണ്. കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമ. ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ, വിജയരാഘവൻ്റെയും ആസിഫ് അലിയുടെയൊക്കെ പെർഫോമൻസുകളൊക്കെ ഗംഭീരമായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് സിനിമയുടേത്. അതുപോലെ തന്നെ കഥാപശ്ചാത്തലമൊക്കെ ഗംഭീരമായിരുന്നു. കാണേണ്ട ഒരു പടം തന്നെയാണ്. 5th പൊസിഷൻ ഭ്രമയുഗം. ഈ ഒരു കാലത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമ പുറത്തിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ പരീക്ഷണം വേറെ എന്താണുള്ളത്. രാഹുൽ സദാശിവൻ ഒരുക്കിയിട്ടുള്ളത് ഹൊറർ സിനിമയിൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്ന ഒരു പടം തന്നെയാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസും തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം തോന്നിപ്പോകുന്നൊരു പെർഫോമൻസാണ് സിനിമയിലത്. 4ാം സ്ഥാനത്ത് ആടുജീവിതം. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോകോത്തര സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള എഫേർട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒക്കെ അസാധ്യമാണ്. ഈ സിനിമ സർവൈവൽ പോർഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ പക്ഷേ നോവലിൻ്റെ ഒരു ആത്മാവ് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെയൊക്കെ തോന്നുകയുണ്ടായി. സ്റ്റിൽ എ ഗുഡ് മൂവി. 3rd പൊസിഷൻ ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ് സിനിമ മഞ്ഞുമൽ ബോയ്സ്. സൗഹൃദവും അതിജീവനവും ഒക്കെ അത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പടം. സുഷിൻ ശ്യാമിൻ്റെ പാട്ടുകളൊക്കെ മനോഹരമായിരുന്നു. കിടിലൻ സിനിമ. 2ാം സ്ഥാനത്ത് ആവേശം. ഒരു പെർഫെക്റ്റ് എൻ്റർടൈനർ എന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണം. രംഗ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഫഹദ് ഫാസിൽ അഴിഞ്ഞാടിയിരിക്കുകയാണ്. ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ള കൊമേഴ്ഷ്യൽ സിനിമ. 1ാം സ്ഥാനത്ത് ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന് പറയുന്ന സിനിമ. എന്തൊരു സിനിമയാണത്! ഗംഭീര തിരക്കഥ. ഒരു വെൽമെയ്ഡ് ഫിലിം എന്ന് തന്നെ പറയാം. ശക്തമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഈ വർഷം ഇതിനേക്കാൾ മികച്ചൊരു സിനിമാ കാഴ്ച ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. 1st പൊസിഷൻ ആട്ടം. ഈ 10 സിനിമകൾ മാത്രമല്ല, ഒരുപാട് നല്ല സിനിമകൾ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട കുറച്ച് സിനിമകൾ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോളം എന്ന് പറയുന്ന സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ത്രില്ലർ സിനിമയായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ആ സിനിമയിൽ. അതുപോലെ തന്നെ പൊമ്പിളെ ഒരുമ എന്ന് പറയുന്ന വിപിൻ ആറ്റ്ലിയുടെ പടം. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ്. കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെയാണ്. പക്ഷേ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്നൊരു പടമായിട്ടാണ് തോന്നിയത്. അഞ്ചക്കുള്ള കോക്കാൻ, ലെവൽ ക്രോസ് തുടങ്ങിയ സിനിമകളൊക്കെ മേക്കിംഗ് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിട്ട് തോന്നി. അതുപോലെ തന്നെ ഉള്ളൊഴുക്കാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രമേയം കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ഇനിയും ഒരുപാട് സിനിമകളുണ്ട്. തീർച്ചയായിട്ടും വിട്ടുപോയവ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻനിരയിൽ ആദ്യം പറയേണ്ട 2 പേരുകൾ പൃഥ്വിരാജ് സുകുമാരൻ, മമ്മൂട്ടി. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് സുകുമാരൻ, രണ്ടുപേരും ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ്. അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് ശരിക്കും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫഹദ് ഫാസിലാണ്. ആസിഫ് അലി വലിയൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള വർഷം കൂടിയാണ് 2024. കിഷ്കിന്ധാകാന്ഡം, ലെവൽ ക്രോസ് തുടങ്ങിയ സിനിമകളിലെ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ മോശമായിരുന്നെങ്കിൽ കൂടി മോഹൻലാലിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. അതേപോലെ തന്നെ ടോവിനോ തോമസ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ 3 ക്യാരക്ടറുകളും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാർവതി തിരുവത്ത്, ഉർവശി എന്നിവരും നല്ല പെർഫോമൻസുകൾ നടത്തി. ശരിക്കും കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു രണ്ടുപേരുടേതും. ഇനി ഈ വർഷത്തെ ഏറ്റവും വേസ്റ്റ് മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ ഏതാണെന്ന് വെച്ചാൽ ദിലീപ് നായകനായിട്ടുള്ള തങ്കമണി എന്ന് പറയുന്ന സിനിമയാണ്. ഇതിന് മോശം സിനിമകളൊക്കെ, ചെറിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഒരുപാട് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ടുള്ള മെയിൻ താരങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ നിന്നും കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ള സിനിമ തങ്കമണി എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഇതുവരെ കാണാൻ സാധിക്കാത്ത ചില സിനിമകളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ആൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ, ഫാമിലി എന്ന് പറയുന്ന പടമൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സിനിമകളെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ പോയിട്ടുള്ളത്.
ഇത്രയൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 2024 മലയാള സിനിമ. ഇനി വരാൻ പോകുന്ന വർഷവും 2025 ഒരുപാട് നല്ല സിനിമാ കാഴ്ചകൾ നൽകുന്ന ഒരു വർഷമാകട്ടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.